മലപ്പുറം കാട്ടിപ്പരുത്തിയിലെ പുതിയ വില്ലേജ് ഓഫീസ് മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കുന്നില്ലെന്ന് പരാതി. താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഓഫീസിലേക്കുള്ള യാത്ര പ്രയാസകരമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അധികൃതർ പരിഹാരം കാണണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. 2 തവണ ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടും സ്വാഗത സംഘം രൂപീകരിച്ചിട്ടും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസ് തുറന്നു നൽകണമെന്ന് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. ഉദ്ഘാടനം 2 തവണ ഇതിന്റെ ഉദ്ഘാടനം തീയതി നിശ്ചയിച്ചു, അതിന് സ്വാഗത സംഘം രൂപീകരിച്ചു. പിന്നീട് എന്തോ കാരണത്താൽ അതിന്റെ ഡേറ്റ് മാറ്റുകയാണുള്ളത്. പിന്നീട് കാരണം പറയുന്നത് കേട്ടത് പാലക്കാടും അതുപോലെ തന്നെ വയനാടും ഒക്കെ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇലക്ഷനും അതിൻ്റെ പെരുമാറ്റച്ചട്ടവും ഇതിൻ്റെ ഉദ്ഘാടനം തടസ്സമാണ് എന്ന്. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു കഴിഞ്ഞു. ഇപ്പോഴും തന്നെ കാട്ടിപ്പറ്റി വില്ലേജ് ഓഫീസ് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ അക്ഷയയിലുണ്ടെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസിനെ സമീപിക്കാതെ ഇതിൻ്റെ അകത്ത് വരാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇത് ഈ ടൗണിലെത്തുന്ന എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള പണി പൂർത്തീകരിച്ചിട്ടുള്ള ഈ കെട്ടിടം വളരെ വേഗത്തിൽ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് അതല്ലെങ്കിൽ തുറന്നു കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഫെഗുവേറ കൾച്ചറൽ ഫോറത്തിന് ആവശ്യപ്പെടാനുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സൗകര്യം ഇല്ലാത്ത ഒരു മുറിയിലാണ് നിലവിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. താഴെങ്ങാടി, പാണ്ടികശാല, കാട്ടിപ്പരുത്തി, കാർത്തല, ബാവപ്പടി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്താൻ പ്രയാസം നേരിടുന്നതായും ഇവർ പറയുന്നു. പണി പൂർത്തിയാക്കി എത്രയും വേഗം തുറന്നു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.